BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ രാജാവിന്റെ സ്ഥാനാരോഹണത്തിന്റെ സിൽവർ ജൂബിലി സ്മരണയ്ക്കായി പുറത്തിറക്കിയ വെള്ളി നാണയങ്ങൾക്കുള്ള ബുക്കിംഗ് ഫെബ്രുവരി 4 ആരംഭിക്കും. ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ സ്ഥാനാരോഹണത്തിന്റെ 25ാമത് വാർഷികത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ വെള്ളി സ്മാരക നാണയത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ബാച്ച് വാങ്ങുന്നതിനുള്ള അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് തീയതി സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ പ്രഖ്യാപിച്ചു. ഫെബ്രുവരി 4 ചൊവ്വാഴ്ച മുതലാണ് ബുക്കിംഗ്. 1000 നാണയങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതാണ് സ്മാരക നാണയം പുറത്തിറക്കിയിരിക്കുന്നത്. 62.2 ഗ്രാം ഭാരമുള്ള നാണയത്തിന്റെ വില 125 ബേഡിയാണ്. വെള്ളി സ്മാരക നാണയത്തിന്റെ മുൻവശത്ത് ബഹ്റൈൻ രാജാവിന്റെ ഛായാചിത്രവും സിൽവർ ജൂബിലി ലോഗോയും മറുവശത്ത് അൽ സക്കീർ പാലസുമുണ്ട്. ഇരുവശത്തും ആദ്യമായി ത്രിമാന ഇഫക്റ്റിനായി അൾട്രാ ഹൈ റിലീഫ് ടെക്നോളജി ഉപയോഗിച്ച CBB സ്മാരക നാണയങ്ങൾ പുറത്തിറക്കി. ഹിസ് മജസ്റ്റി കിങ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ നിർദ്ദേശപ്രകാരം നാണയത്തിന്റെ വിൽപ്പനയിൽ നിന്നുള്ള എല്ലാ വരുമാനവും റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ വഴി ചാരിറ്റബിൾ ഓർഗനൈസേഷനുകളിലേക്കും ഫണ്ടുകളിലേക്കുമാണ് നൽകുക. നാണയം വാങ്ങാൻ മവാദ് നാഷണൽ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം ആപ്പ് വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യണം. നാണയം വാങ്ങുന്നതിനുള്ള ബുക്കിംഗ് സേവനം സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈന്റെ സേവന പേജിൽ മവായിദ് ആപ്പിൽ ഫെബ്രുവരി 4 ചൊവ്വാഴ്ച രാവിലെ 11 മണി മുതൽ ലഭ്യമാകും. അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്ന ദിവസം നാണയം വാങ്ങുന്നതിന് ഡിപ്ലോമാറ്റിക് ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന സെൻട്രൽ ബാങ്ക് ഓഫ് ബഹ്റൈൻ സന്ദർശിക്കേണ്ടതാണ്. സാമൂഹിക വികസന മന്ത്രി ഒസാമ ബിൻ സാലി അൽ അലവി, ഹെർ ഹൈനസ് ഷെയ്ഖ് ഹസ ബിൻ അലി അൽ ഖലീഫ വയോജന സംരക്ഷണ കേന്ദ്രം സന്ദർശിച്ച് അതിന്റെ സേവനങ്ങൾ അവലോകനം ചെയ്തു. മുതിർന്ന പൗരന്മാർക്കുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് മന്ത്രാലയവും കേന്ദ്രവും തമ്മിലുള്ള തുടർച്ചയായ സഹകരണത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ഊന്നി പറഞ്ഞു. മന്ത്രാലയത്തിന്റെ ദേശീയ തന്ത്രം എടുത്തു കാണിച്ചും കേന്ദ്രത്തിന്റെ പങ്കിനെയും അർപ്പണബോധമുള്ള ജീവനക്കാരെയും മന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള മാസ് പെയിന്റിംഗ് ആർട്സ് ഇൻസ്റ്റലേഷൻ മത്സരങ്ങൾ പൂർത്തിയായി. വെള്ളിയാഴ്ച നടന്ന മാസ് പെയിന്റിംഗ് മത്സരത്തിൽ അമൃതവർഷിണി, ഹംസധ്വനി, ഹിന്ദോളം, മേഘമൽഹാർ, നീലാംബരി എന്നീ ഹൗസുകളെ പ്രതിനിധീകരിച്ച് 10 പേരടങ്ങുന്ന 5 ടീമുകൾ പങ്കെടുത്തു. ഉച്ചകഴിഞ്ഞ് 2:30 ആരംഭിച്ച മത്സരങ്ങൾ 5:30 അവസാനിച്ചു. 48 മണിക്കൂർ മുൻപ് നൽകിയ നാളെയുടെ നിലനിൽപ്പിനായി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പെയിന്റിംഗ് മത്സരം നടന്നത്. ഒരാഴ്ച മുൻപ് ആരംഭിച്ച ആർട്സ് ഇൻസ്റ്റലേഷൻ മത്സരം ഞായറാഴ്ച വൈകിട്ട് 8 മണിയോടെ പൂർത്തിയായി. 5 ഹൗസുകളുടേതായി 5 കലാസൃഷ്ടികളാണ് ഭാവനാത്മക ലോകത്തേക്കൊരു യാത്ര എന്ന വിഷയത്തെ ആസ്പദമാക്കി സമാജം അങ്കണത്തിൽ ഒരുങ്ങിയിരിക്കുന്നത്. കണ്ണുകൾക്ക് അക്ഷരാർത്ഥത്തിൽ ദൃശ്യവിരുന്നൊരുക്കുന്ന പെയിന്റിങ്ങുകളും ആർട്സ് ഇൻസ്റ്റലേഷനുകളും കാണാൻ വരും ദിവസങ്ങളിൽ പൊതുജനങ്ങൾക്ക് അവസരമുണ്ടായിരിക്കുന്നതാണെന്ന് സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, വൈസ് പ്രസിഡന്റ് ദിലീഷ് കുമാർ എന്നിവർ അറിയിച്ചു. 1.5 മാസത്തോളം നീണ്ടു നിൽക്കുന്ന കേരളോത്സവത്തിന്റെ വരവറിയിച്ചുകൊണ്ട് സമാജം അങ്കണം സജീവമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് വ്യത്യസ്തമായ ഈ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുള്ളതെന്നും കേരളോത്സവം 2025 ജനറൽ കൺവീനർ അഷ്ലി കുര്യൻ മഞ്ഞിൽ അറിയിച്ചു. ജനുവരി 18 കേരളോത്സവത്തിന്റെ ഭാഗമായുള്ള മത്സരങ്ങൾ ആരംഭിച്ചത്. വരും ദിവസങ്ങളിൽ വ്യക്തിഗത ഇന മത്സരങ്ങളും ഫെബ്രുവരി മധ്യത്തോടെ ഗ്രൂപ്പ് മത്സരങ്ങളും ആരംഭിക്കും. മത്സരങ്ങൾ വീക്ഷിക്കുവാൻ പൊതുജനങ്ങൾക്ക് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് ചുട്ടുപിടിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സാമാന്യ ജനങ്ങളെ വഞ്ചിക്കുന്നതാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ്. ഗ്രാമീണ ജനതയുടെ അടിസ്ഥാന ആവശ്യങ്ങളെയും ക്ഷേമ പദ്ധതികളെയും ബജറ്റ് പാടെ മറന്നിരിക്കുന്നു. UPA ഭരണകാലത്ത് നടപ്പിലാക്കിയ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ കൊല്ലാകൊല ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. കഴിഞ്ഞ ബജറ്റുകളിലെ പോലെ എല്ലാ ബജറ്റിലും തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയതായി ഒന്നും നൽകാൻ സർക്കാർ തയ്യാറായിട്ടില്ല. തൊഴിലില്ലായ്മ, വിലവർദ്ധനവ്, രൂപയുടെ മൂല്യശോഷണം തുടങ്ങിയ പ്രശ്നങ്ങളോട് BJP ഗവൺമെന്റിന്റെ ബജറ്റ് കണ്ണടച്ചിരിക്കുകയാണ്. LIC, GIC മേഖലകളിൽ 100% വിദേശ നിക്ഷേപത്തിനുള്ള നീക്കം ദേശീയ താൽപ്പര്യങ്ങളെ ഒറ്റിക്കൊടുക്കലാണ്. രാഷ്ട്രീയ ദുഷ്ടലാക്കത്തോടെ തയ്യാറാക്കിയ ബജറ്റ് കേരളത്തോട് കടുത്ത അനീതിയാണ് കാണിച്ചത്. വയനാടിനും വിഴിഞ്ഞത്തിനും ലഭിക്കേണ്ട പരിഗണന നൽകാത്ത ബജറ്റ് ബീഹാറിന് വാരിക്കോരി കൊടുത്തതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ഇന്ത്യൻ ജനതയ്ക്ക് ബോധ്യമാണെന്നും ബഹ്റൈൻ നവകേരള എക്സിക്യൂട്ടീവ് കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്ക് കാതലായ പരിരക്ഷയും കരുത്തും നൽകി വരുന്ന ഭാരത പ്രവാസി സമൂഹത്തെ ഒന്നടങ്കം അവഗണിച്ച ഒന്നാണ് കേന്ദ്ര ബജറ്റെന്ന് NRI കൗൺസിൽ ഓഫ് ഇന്ത്യ ദേശീയ ചെയർമാൻ പ്രവാസി ബന്ധു ഡോക്ടർ S. അഹമ്മദ് അഭിപ്രായപ്പെട്ടു. കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒന്നും ബജറ്റിൽ കാണാത്തതിൽ ഭാരത പ്രവാസി സമൂഹം നിരാശയും ആശങ്കയിലുമാണെന്നും അഹമ്മദ് പറഞ്ഞു.
സുഷമ സ്വരാജ് വിദേശകാര്യമന്ത്രിയായതിനു ശേഷം റദ്ദാക്കിയ പ്രവാസികാര്യ വകുപ്പ് പുനഃസ്ഥാപിച്ചിട്ടില്ല. പ്രവാസി ഭാരതീയ ദിവസ് 2 വർഷത്തിലൊരിക്കലെന്ന തെറ്റായ നടപടി പിൻവലിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ദേശീയ റീഹാബിലിറ്റേഷൻ കമ്മീഷൻ തുടങ്ങിയ പല കാര്യങ്ങളോടും കേന്ദ്ര സർക്കാരിന്റെ അവലംബ മനോഭാവം മാറേണ്ടതാണെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സമ്പന്നവർഗം മാത്രമല്ല പ്രവാസികളെന്നും കേന്ദ്ര സർക്കാർ തിരിച്ചറിയണം. ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ ഇടത്തരം പ്രവാസികളുടെ നീറുന്ന പ്രശ്നങ്ങളിന്മേൽ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന വൈകൃതം അവസാനിപ്പിക്കേണ്ടതാണ്. വിമാനയാത്രാ നിരക്കിൽ കേന്ദ്രം അനുവർത്തിച്ചു വരുന്ന രഹസ്യ അജണ്ട പ്രവാസി സമൂഹത്തിന് ബോധ്യമുണ്ടെന്നും മുഹമ്മദ് ചൂണ്ടിക്കാട്ടി. കുറഞ്ഞത് 6 മാസമെങ്കിലും വിദേശ ഭാരതീയർ ഇന്ത്യയിലേക്ക് വിദേശ പണം എത്തിക്കാതെ കരുതി വെച്ചാലുള്ള ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ സ്ഥിതി എന്താകുമെന്നും മുഹമ്മദ് ചോദിച്ചു. കേന്ദ്ര ബജറ്റ് സാധാരണ ജനങ്ങളെ വഞ്ചിക്കൽ ബജറ്റാണെന്ന് IYCC ബഹ്റൈൻ വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു. പ്രവാസി ക്ഷേമ പ്രവർത്തനങ്ങൾക്കോ കാലങ്ങളായി പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശങ്ങളോ ഒന്നും തന്നെയില്ല. വിമാനയാത്രാ ടിക്കറ്റ് വർധനവ് വിഷയത്തിൽ പോലും ഒരു ഇടപെടൽ ഉണ്ടായതായി കാണുവാൻ കഴിയുന്നില്ല. കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് സർക്കാർ പിന്തുണ നൽകുകയാണ്. UPA ഭരണകാലത്തെ ജനകീയ പദ്ധതികളെ അടക്കം താഴ്ത്തിക്കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്ന മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പുതിയ സഹായങ്ങൾ പ്രഖ്യാപിച്ചില്ല. തൊഴിലില്ലായ്മ, വിലവർധനവ്, രൂപയുടെ മൂല്യത്തിലുള്ള ഇടിവ് തുടങ്ങിയ ജനദ്രോഹ വിഷയങ്ങളിൽ ബജറ്റ് അവതരിപ്പിച്ച കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമനോ കേന്ദ്ര സർക്കാരിനോ മറുപടിയില്ല. തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ബീഹാറിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വാരിക്കൊടുത്ത കേരളം എന്നൊരു വാക്ക് പോലും ഉന്നയിക്കാതെ വയനാട്ടിലെ പ്രളയബാധിതരോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ബജറ്റ് കടുത്ത അനീതിയാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളം പിന്നോക്കമാണെന്ന് പറയുകയും ബഡ്ജറ്റ് സമയത്ത് കേരളം മുന്നോക്കമായതുകൊണ്ടാണ് ഒന്നും കിട്ടാതെ പോയതെന്നും ഒക്കെ വിടുവായത്തം പറഞ്ഞ് കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ ജോർജ് കുര്യനും സുരേഷ് ഗോപിയും ഒക്കെ കേരളത്തെ അപമാനിക്കുകയാണ്. ഇവർ മലയാളികൾ തന്നെയാണോ എന്ന് സംശയമാണെന്നും IYCC ബഹ്റൈൻ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുടെ എന്നിവർ അഭിപ്രായപ്പെട്ടു. 1ാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് ബാലപീഡനം അനുവദിക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. കച്ചവട താൽപര്യത്തോടെ പ്രവർത്തിക്കുന്ന സ്വകാര്യ സ്കൂളുകളെ നിയന്ത്രിക്കുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. 1ാം ക്ലാസ് പ്രവേശനത്തിന് എൻട്രൻസ് പരീക്ഷ നടത്തുന്നത് അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. 1ാം ക്ലാസ്സിലേക്കുള്ള എൻട്രൻസ് ബാലപീഡനമാണ്. കുട്ടിയുടെ സ്കൂൾ പ്രവേശനത്തിന് രക്ഷകർത്താവിന് ഇന്റർവ്യൂ നടത്തുന്നത് അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്ത് അംഗീകാരമില്ലാത്ത 872 സ്വകാര്യ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പ്രാഥമിക പരിശോധനയിലാണ് ഇത്രയും സ്കൂളുകൾ കണ്ടെത്തിയത്. ഈ സ്കൂളുകൾക്ക് നിയമമനുസരിച്ച് നോട്ടീസ് നൽകും. വിദ്യാഭ്യാസ വകുപ്പിന്റെ NOC സ്കൂളുകൾ വാങ്ങണം. അല്ലാതെ കെട്ടിടം വാടകയ്ക്കെടുത്ത് ഒരു ബോർഡ് സ്കൂൾ നടത്താൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂളുകളിൽ ഉയർന്ന PTA ഫീസ് വാങ്ങുന്നത് അനുവദിക്കില്ലെന്നും V ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി. ചില സ്കൂളുകളിൽ 1ാം ക്ലാസ് പ്രവേശനം ഇപ്പോൾ നടക്കുന്നതായും വിവരം ലഭിച്ചിട്ടുണ്ട്. കച്ചവട താൽപര്യത്തോടെയുള്ള ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. മലപ്പുറം തൃക്കലങ്ങാട് നവവധുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പുതിയത്ത വീട്ടിൽ ഷൈമ സിനിവറാണ് മരിച്ചത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഷൈമയുടെ നിക്കാഹ് കഴിഞ്ഞത്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഷൈമയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹം മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. പെൺകുട്ടിക്ക് വിവാഹത്തിൽ താൽപ്പര്യമില്ലെന്നാണ് വിവരം. സംഭവത്തിന് തൊട്ടു പിന്നാലെ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് 19-കാരനെ കൈ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച നിലയിൽ കണ്ടെത്തി. പിന്നാലെ ആശുപത്രിയിലേക്ക് മാറ്റി. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.